ഹായ് ഹലോ മിസ്റ്റർ ഫൈൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ ഏവരെയും ഞെട്ടിച്ചൊരു വാർത്തയായിരുന്നു ചോറ്റാനിക്കരയിൽ നിന്ന് വന്നത്. 20 വർഷത്തിലേറെയായി പൂട്ടിക്കിടന്ന വീടിനുള്ളിൽ നിന്ന് മനുഷ്യന്റെ തലയോട്ടിയും അസ്ഥിക്കുടങ്ങളും കണ്ടെത്തിയിരിക്കുകയാണ്. നമ്മുടെയൊക്കെ പരിസരങ്ങളിലും ഇത്തരത്തിൽ വർഷങ്ങളായിട്ടൊക്കെ പൂട്ടിക്കിടക്കുന്ന പഴയ വീടുകളൊക്കെ ഉണ്ടാകും അല്ലേ? കാട് പിടിച്ച് പാമ്പുകളുടെയും ഇഴജന്തുക്കളുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും എല്ലാം ഒരു സ്വൈര്യ വികാര കേന്ദ്രമായി മാറിയിടങ്ങൾ. എന്നാൽ നമ്മൾ ആരും അതിനുള്ളിൽ എന്താണെന്നൊന്നും അന്വേഷിച്ചു പോകാറില്ല. പക്ഷേ ഇവിടുത്തെ പ്രദേശവാസികളുടെ ഒരു ഇടപെടൽ കൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വാർത്ത തന്നെ പുറത്തെത്തിയിരിക്കുന്നത്. സംഭവം ഇങ്ങനെയാണ്. ഒരു ഡോക്ടറുടെ വീടാണിത്. കൊച്ചി ഫോറം മോളിന് സമീപത്ത് സ്ഥിരതാമസമാക്കിയ മംഗലശ്ശേരി ഫിലിപ്പ് ജോണിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ വീട്. 14 ഏക്കറിന് നടുവിലായി പൂട്ടിക്കിടക്കുന്ന നിലയിലാണ് ഈ ഇരുനില വീടുള്ളത്. ഡോക്ടറായ ഇദ്ദേഹം വർഷങ്ങളായി കൊച്ചിയിലായിരുന്നു താമസം. ചോറ്റാനിക്കരയിലെ വീട് വീട് ഉപേക്ഷിച്ച് 20 വർഷത്തിലധികമായി ഇദ്ദേഹം കൊച്ചിയിലാണ് താമസിക്കുന്നത്. അദ്ദേഹം ഒരു 5-6 കൊല്ലം മുമ്പ് വരെ ഇവിടെ വന്ന കാര്യങ്ങളെല്ലാം അന്വേഷിച്ചു പോയിരുന്നു. എന്നാൽ പിന്നീട് അങ്ങോട്ടേക്ക് എത്താറില്ലായിരുന്നു. കുടുംബാംഗങ്ങളോ ആരും തന്നെ ആ ഒരു വീട്ടിലോട്ട് എത്തിയിട്ടില്ല. ഇതൊരു ഡോക്ടർ ഫാമിലി തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെത്. അദ്ദേഹത്തിൻ്റെ 2 മക്കളും ഡോക്ടറാണ്. വിദേശത്താണെന്നാണ് വിവരം. അദ്ദേഹം ഒരു സൈക്കാട്രിസ്റ്റ് ആണെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ജോലി തിരക്ക് കാരണം പിന്നീട് ഇവർക്ക് ആർക്കും തന്നെ ഈ വീട്ടിലോട്ട് എത്താത്ത ഒരു സാഹചര്യം ഉണ്ടായി. ഇതോടെ ഇവിടം സാമൂഹ്യ വിരുദ്ധരുടെ ഒരു താവളമായിട്ട് മാറുകയായിരുന്നു. ഇക്കഴിഞ്ഞ ന്യൂ ഇയർ ആഘോഷത്തിനിടെ ഈ വീടിന്റെ പരിസരത്ത് സാമൂഹ്യ വിരുദ്ധരുടെ വലിയ ശല്യം ഉണ്ടായതായിട്ട് നാട്ടുകാർ പരാതിപ്പെട്ടിരുന്നു. അടഞ്ഞുകിടന്ന വീട്ടിൽ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യമുള്ളതായി നാട്ടുകാർ പറഞ്ഞതോടെ പഞ്ചായത്ത് മെമ്പറുടെ ആവശ്യപ്രകാരം പോലീസ് വീടിനുള്ളിൽ ഒരു പരിശോധന നടത്തി. ഈ പരിശോധനയിൽ നിന്നാണ് ഫ്രിഡ്ജിൽ നിന്ന് അസ്ഥിക്കുടവും തലയോട്ടിയും കണ്ടെത്തിയത്. അതൊരു കവറിനകത്ത് പൊതിഞ്ഞ നിലയിലായിരുന്നു ഈ ഫ്രിഡ്ജിനകത്ത് ഉണ്ടായിരുന്നത്. മയക്കുമരുന്നോ കഞ്ചാവോ ഒക്കെ ആണെന്ന് കരുതിയാണ് മെമ്പർ പോലീസിനെ വിവരം അറിയിച്ചത്. എന്നാൽ അതിലും ഭയാനകമായ ഒരു കാര്യമാണ് അവർക്ക് കണ്ടെത്തിയത്. 3 കവറുകളിലായി സൂക്ഷിച്ച നിലയിലാണ് ഈ അസ്ഥികൾ ഉള്ളത്. അസ്ഥികൾക്കൊരു 20 വർഷത്തിലേറെ പഴക്കമുള്ളതായിട്ടാണ് ഒരു പ്രാഥമിക നിഗമനം. ഈ മനുഷ്യന്റെ വാരിയെല്ലുകൾ പ്രത്യേകം കവറിലും കൈകാലുകളിലെ വിരലുകൾ മറ്റൊരു കവറിലുമാക്കിയ നിലയിലാണ് ഫ്രിഡ്ജിനുള്ളിൽ സൂക്ഷിച്ചിരുന്നത്. കാൽമുട്ടിലെ ചിരട്ടകൾ പൊടിഞ്ഞുപോയ നിലയിലായിരുന്നു. വീട്ടിൽ വൈദ്യുതി കണക്ഷനോ ഒന്നുമില്ല. മാത്രമല്ല ഫ്രിഡ്ജിലെ കംപ്രസറോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഡോക്ടർ അടുത്ത് തന്നെ ഈ വീട് പൊളിച്ച് ആശുപത്രി നിർമ്മിക്കാനുള്ള ഒരു പദ്ധതിയിലായിരുന്നു. ഇതിനിടെയാണ് ഇപ്പോൾ വീട്ടിനുള്ളിൽ നിന്ന് തലയോട്ടിയും മറ്റ് അസ്ഥികളും കണ്ടെടുത്തതായിട്ടുള്ള വാർത്തകൾ പുറത്തെത്തുന്നത്. ചോറ്റാനിക്കര പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ വൈകിട്ടോടെ തന്നെ സ്ഥലത്ത് അന്വേഷണമെല്ലാം ആരംഭിച്ചിട്ടുണ്ട്. ഇനിയും ഫോറൻസിക് വിദഗ്ധരെ അടക്കം എത്തിച്ചൊരു വിശദമായ പരിശോധനയിലേക്ക് കടക്കാനാണ് പോലീസ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തെത്തിയാലേ നമുക്കൊരു കൺക്ലൂഷനിലേക്ക് തന്നെ എത്താനാകൂ. തലയോട്ടിയിലെല്ലാം ഒരു മെഡിക്കൽ സ്റ്റുഡൻറ്റിന് ആവശ്യമുള്ളതുപോലെ ഭാഗങ്ങളെല്ലാം അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ നട്ടിലിലെ അസ്ഥികളൊക്കെ പഠനാവശ്യങ്ങൾക്കായി വെച്ചതുപോലെ നൂല് കൊണ്ട് കെട്ടിയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. എന്നാൽ ഇത്തരത്തിലൊരു കാര്യം നടന്നതായി തന്റെ ഓർമ്മയിലേ ഇല്ലെന്നാണ് ഡോക്ടർ പോലീസിനോട് ആദ്യഘട്ടത്തിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പഠനാവശ്യത്തിനായി എടുത്തതാണെങ്കിലും അല്ലെങ്കിലും ഡോക്ടർ പോലീസിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടതായിട്ട് വരും. കാരണം മെഡിക്കൽ കോളേജിൽ നിന്നും ഇത്തരത്തിൽ സ്വകാര്യ ആവശ്യങ്ങൾക്കായി, അതായത് സ്വകാര്യമായി പഠിക്കാൻ ഇത്തരത്തിലുള്ള വസ്തുക്കൾ വിട്ടു നൽകാറില്ല. എന്തു തന്നെ ആയാലും കൂടുതൽ അന്വേഷണത്തിലൂടെ സത്യം പുറത്തു വരട്ടെ. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വരെയുള്ള കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനുശേഷം വരുന്ന സംഭവങ്ങളിൽ ഉൾക്കൊള്ളിച്ച് നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം.